Hi dears, welcome to our channel. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ജോർജറ്റിൻ്റെ ഫാബ്രിക്കിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ജോർജറ്റിൻ്റെ ഫാബ്രിക് ബ്ലാക്ക് കളറിലാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഡിസൈൻ എങ്ങനെയാണ് വരയ്ക്കണമെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് സ്കെയിൽ എടുത്ത് വെച്ചിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു പോയിൻ്റ് ഇട്ടിട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കണം. അതെന്തിനാണെന്നറിയോ, അത് നമ്മൾ ആ ഒരു പിക്ചർ കറക്റ്റായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊരു നമ്മളൊരു മൂണിൻ്റെ ഒരു ഷേപ്പിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. അതിനകത്താണ് നമ്മളുടെ ഈ ഒരു ഡിസൈൻസൊക്കെ വരണത്. ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം നമുക്ക് ഫ്ലവേഴ്സാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ഫുള്ള് നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ റൗണ്ടിന് ചുറ്റുമായിട്ട് ലീഫ് കൊടുക്കണം. ലീഫ് അത്യാവശ്യം നല്ല കൂടുതലായിട്ട് തന്നെ ലീഫ് ചെയ്ത് കൊടുക്കണേ. ഗ്യാപ്പൊന്നും അധികം ഗ്യാപ്പ് വരാത്ത വിധത്തിൽ നമുക്ക് ആ ലീഫ് ഒന്ന് ചെയ്ത് കൊടുക്കണം. കാരണം ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് ലീഫും ഫ്ലവേഴ്സുമാണ് നമ്മുടെ ഈ ഒരു ഡിസൈന് ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലീഫ് കൂടുതലായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മളുടെ ആ രണ്ട് പിക്ചർ ചെയ്തിരിക്കുന്ന രണ്ടിൻ്റെ ആ ഒരു പോർഷനല്ലേ, അവിടെ നിന്ന് നേരെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് സ്ട്രെയിറ്റേ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുത്തിട്ട് പിന്നെ ആ ലൈൻ്റെ അവിടെ നിന്ന് ഇതുപോലെ കാണാൻ, അടുത്തത് ചെയ്യുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. ഇതുപോലെ വരും. അപ്പം അടുത്തത് ചെയ്യുമ്പോൾ കാണാം കേട്ടോ. കൈ ഇരുന്നത് കൊണ്ട് കാണാൻ പറ്റിയില്ല. ആ ഒരു ഭാഗത്തു നിന്ന് ഇതുപോലെ നിന്നിട്ട് നമുക്ക് റൗണ്ടേ വരണം കേട്ടോ. ഇത് നോക്കുക, ഇതുപോലെ വരണം. കണ്ടോ, ഇതുപോലെയാണ് നമ്മളുടെ ആ ഒരു ലൈൻ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഊഞ്ഞാലൊക്കെ ഇങ്ങനെ ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു ഊഞ്ഞാലൊക്കെ ഇങ്ങനെ കിടക്കില്ലേ, വള്ളിയിലൊക്കെ തൂങ്ങി, അത് ആ ഒരു മോഡലായിട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് സ്കെയിൽ പിടിച്ചിട്ട് ഇതുപോലെ ചെറിയ പോയിൻ്റ് ഇട്ട് കൊടുക്കണം. കാരണം അതിൻ്റെ ആ ഉള്ളിൽ നമ്മൾ പിന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ഒരു ലെയറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സിൽക്ക് ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പാരഗീൻ കളറിലെ സിൽക്ക് ത്രെഡ്, വൈറ്റ് കളറ്, പിന്നെ നല്ല ഡാർക്ക് മജന്ത കളറ് സിൽക്ക് ത്രെഡ്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതുപോലത്തെ വൈറ്റ് കളറിലെ ചെറിയ പേൾ വേണം. ഇനി നമുക്ക് ഓൾറെഡി ഞാനിത് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാനിത് റഫായിട്ടാണ് കാണിച്ചു തരുന്നത്. ആദ്യം തന്നെ നമുക്ക് ആ റൗണ്ടില്ലേ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. അത് ഞാനിവിടെ ചെയ്തിരിക്കുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത് വോവൻ റോസ് ആണ് കേട്ടോ. സ്പൈഡർ വെബ് റോസ് എന്നും പറയും, വോവൻ റോസ് എന്നും പറയും. ഇതുപോലെ ഒരു 5 നമുക്ക് ഡിവൈഡ് ചെയ്ത് വെക്കാം. കണ്ടോ, ഇതുപോലെ 5 നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് വെക്കാം. ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആ 5 നമ്മൾ ഡിവൈഡ് ചെയ്ത് ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും നമുക്ക് തുടങ്ങാം എന്നുള്ളതാണ് സ്റ്റിച്ച്. ഇപ്പം ഞാനിപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ത്രെഡ് കൊണ്ടുവരുക. ത്രെഡ് ഞാൻ ഒരു 8 സ്ട്രാൻഡ്സിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾ അടുത്തത് ചെയ്യില്ല, പിന്നെ അടുത്തത് ചെയ്യും. അങ്ങനെയായിട്ടോ വരുന്നത്. വോവൻ റോസിൻ്റെ ഒരു സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെയായിട്ടോ പറയുന്നത്. പിന്നെ നമ്മൾ അടുത്തത് ചെയ്യില്ല. ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത സ്റ്റിച്ച്. നമ്മൾ തുടങ്ങുന്നതിൻ്റെ ഇപ്പുറത്തെ ഭാഗം നമ്മൾ എടുക്കില്ല, അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുന്നത്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. പതുക്കെ വലിച്ചാൽ മതി. കാരണം വോവൻ റോസ് ഒരുപാട് നമ്മളിങ്ങനെ കട്ടിയിട്ട് വലിക്കുകയാണെങ്കിൽ ചുരുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഫ്ലവേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് കൂടിപ്പോരും. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല പതുക്കെ വേണം ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴേക്ക്
ത്രെഡ് എടുക്കുക. ഇത്രയേ ഉള്ളൂ ഫ്ലവറിൻ്റെ. ഇനി നമ്മൾ ചെയ്യുന്നത് അതൊരു ലോക്കൊക്കെ ഇട്ട് കൊടുക്കണ്ടേ നമുക്ക്. ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് സെൻറ്ററിലായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് ഈ എന്താ പറയുക ബുള്ളിയൻ റോസൊക്കെ നമ്മൾ ചെയ്യത്തില്ലേ അതുപോലെ. അപ്പോൾ ഈ ഫ്ലവർ കാണാൻ പ്രത്യേകമായിട്ടൊരു ഭംഗി തോന്നും കേട്ടോ. നമുക്ക് ആ എന്താ പറയുക നമ്മുടെ പിന്നെ ഫ്ലവർ ത്രെഡൊന്നും മുകളിലേക്ക് പൊങ്ങി വരുമോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കോട്ടൻ്റെ ത്രെഡ്സൊക്കെ ചെയ്യുമ്പോൾ ഈ വോവൻ റോസ് ചെയ്യുമ്പോൾ ഒരുപാട് നാൾ നമുക്ക് മെറ്റീരിയൽ ഇങ്ങനെ നിൽക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പൊങ്ങിപ്പോരാനുള്ള നമ്മൾ വാഷൊക്കെ ചെയ്യുമ്പോൾ പൊങ്ങിപ്പോകാനുള്ള ചാൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ നിൽക്കും നമുക്ക്. എന്നിട്ട് നമുക്ക് അടിയിലേക്ക് വലിച്ചിട്ട് ലോക്കിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ആ ഒരു നടുക്ക് ആ സെൻറ്ററിലായിട്ട് നമ്മൾ കുറച്ച് ഡോട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നമ്മൾ ചെയ്യുന്നത് ഫ്രഞ്ച് നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ 3 ഫ്രഞ്ച് നോട്ട് നമ്മൾ ചുറ്റും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പിങ്ക് കളറ്. ഇനി നമുക്ക് അടുത്തത് ചെയ്യുമ്പോൾ വൈറ്റ് കളറിൽ ത്രെഡ് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഫുള്ള് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ലീഫ് ചെയ്ത് കൊടുക്കാം. ലീഫ് ചെയ്യാനാണെങ്കിലും ഞാനൊരു 8 സ്ട്രാൻഡ്സിൽ തന്നെയാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു വർക്കിനെല്ലാം 8 സ്ട്രാൻഡ്സിൽ തന്നെയാണ് ത്രെഡ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ ലീഫ് ചെയ്ത് കൊടുക്കണം. ലീഫ് അത്യാവശ്യം നമുക്ക് എല്ലാ ഫ്ലവറിനും ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ലീഫ് കൂടുതൽ ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ തന്നെ ഒരു നല്ല ഭംഗി തോന്നിക്കുവേ. പ്രത്യേകിച്ച് ആ പാരഗ്രീനോട് ആവുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ചുറ്റിനെല്ലാം ലീഫ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കണം. വൈറ്റ് കളറിലെ പേൾ വെച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് അത്യാവശ്യം നമുക്ക് ഈ സെയിം ഡ്രസ്സിൻ്റെ കളറും ഉണ്ടെങ്കിൽ ആ കളർ തന്നെ ത്രെഡ് ഉപയോഗിക്കാൻ നോക്കണേ. ഇപ്പം ഇതിൻ്റെ ബാക്കി വന്നതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇതുപോലെ ഫ്ലവറെല്ലാം നമ്മൾ വൈറ്റ് കളറിലെ ഫ്ലവർ ചെയ്ത് കൊടുക്കണം ഒക്കെ ചെയ്യണം കേട്ടോ. ഇനിയാണ് നമ്മുടെ ആ ഫ്ലവർ എന്താ തൂങ്ങിക്കിടക്കണ ആ വള്ളിയില്ലേ, ആ വള്ളിക്ക് നമ്മൾ ചെയ്യണ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഇതുപോലെ ഇനി ആ ഒരു ഭാഗമില്ലേ നമ്മൾ ആ ഒരു റൗണ്ട് പോലെ ചെയ്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുപോലെ ചരിച്ച് കൊണ്ടുവന്നിട്ട് ഇത് റൗണ്ട് അങ്ങനെ തന്നെ ബാക്ക് സ്റ്റിച്ച് പോലെ തന്നെ അങ്ങനെ ചരിച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെയ്തിട്ട് ഇതുപോലെ ചെയ്യണം. അപ്പോൾ നമുക്ക് ആ റൗണ്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുക അങ്ങനെ ഒരു സ്റ്റിച്ച് അങ്ങനെ അങ്ങോട്ട് പോവാം. അടുത്തത് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്തില്ലേ അതിൻ്റെ അകത്ത് നമ്മൾ വിപ്പിഡ് റണ്ണിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ഞാൻ പിങ്ക് കളറിലെ ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ വിപ്പിഡ് റണ്ണിങ് ഓരോ ത്രെഡിൻ്റെയും ഇടയിലൂടെ തന്നെ വിപ്പിഡ് റണ്ണിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിപ്പിഡ് റണ്ണിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ട്യൂട്ടോറിയലായിട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇനി ആ റൗണ്ട് ചെയ്യുമ്പോഴും വളരെ സൂക്ഷിച്ച് തന്നെ ചെയ്യണം കേട്ടോ. ഇതുപോലെ ഒന്നെടുത്തിട്ട് ഓരോ സ്റ്റിച്ചിൻ്റെയും ഇടയിലൂടെ തന്നെ കൊണ്ടുപോകണം കേട്ടോ. ഇതുപോലെ ചെയ്തു പോകണം. ഇത്രയേ ഉള്ളൂ നമ്മളുടേത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു വള്ളിയില്ലേ, ആ വള്ളിയിൽ സൈഡിലായിട്ട് ഗ്രീൻ കളറിലെ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വള്ളിയൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ അതിനകത്തൊരു ഗ്രീൻ കളർ പച്ചിലയുടെ ഒരു കളറും കൂടെ വേണ്ടേ, എങ്കിലല്ലേ ഉള്ളൊരു ഭംഗി കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ റൗണ്ട് ചെയ്തേക്കുന്നതിൻ്റെ ഇടയ്ക്കെല്ലാം ഇതുപോലെ ഫ്രഞ്ചിലോട്ട് ചെയ്ത് കൊടുക്കണം, അപ്പുറം ഇപ്പുറമായിട്ട് എല്ലാം ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഡിസൈന്. ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത്. കണ്ടോ, നിറയെ ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്, വൈറ്റും ഡാർക്ക് മജന്ത കളറും എല്ലാം കൂടെ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇടയ്ക്കായിട്ട് ഇത് പേളും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം.